നമസ്കാരം. ശ്രീമോഹൻലാലിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളിപ്പോൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്ന സമയം 29 ദിനരാത്രങ്ങൾ ശുദ്ധിയോടെ നോമ്പ് മുസ്ലിം വിഭാഗം, കേരളത്തിലെ മുസ്ലിം സമുദായം നോമ്പ് നോക്കി നാളെ അവരുടെ റംസാൻ പെരുന്നാൾ ആഘോഷിക്കാൻ പോകുന്ന പെരുന്നാൾ രാവിലാണ് പെരുന്നാൾ രാവിലെ കൊച്ചിയിലെ എന്ന് പറയുന്നത് കൂട്ടുകൊച്ചിയും മട്ടാഞ്ചേരിയും തോപ്പുമുടിയൊക്കെ ഉൾപ്പെടുന്ന കൊച്ചിയിലെ അമ്മായി മുക്കിലെ പെരുന്നാൾ രാവ് എന്ന് പറയുന്നത് വളരെ വിശേഷപ്പെട്ടതാണ്. ഞാനിത് എൻ്റെ ലൈഫിൽ ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. കൊച്ചിക്കാരനാണെങ്കിൽ ആദ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒന്നാണ്. അമ്മായി മുക്കിലെ പെരുന്നാൾ രാവ് എന്ന് പറയുന്നത് വളരെ പ്രത്യേകതകളാണ്. അമ്മായി മുക്കിലെ പെരുന്നാൾ രാവ് ഒന്ന് കണ്ടാലും കൊച്ചിയിലെ പെരുന്നാൾ രാവ് കാണാനും ആ ആഘോഷത്തിൽ പങ്കെടുക്കാനായിട്ട് കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന്, പ്രത്യേകിച്ച് എറണാകുളം ജില്ലയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ വന്നെത്തുന്ന സ്ഥലമാണ് അമ്മായിമുക്ക് എന്ന് പറയുന്നത്. എന്റെ ബാല്യകാലം മുതൽ ഇവിടെ ഒന്നുമില്ലേ? ആണോ? ഈ ഒരു പെരുന്നാൾ രാവിന്റെ ഒരു പ്രത്യേകത എന്താണ് കൊച്ചിയിലെ? കുറച്ച് വയലും കൂടി കഴിയുമ്പോൾ ഇതിനെക്കാട്ടി കൂടും. പിന്നെ കുഞ്ഞുങ്ങളൊക്കെ ഇവിടെ തന്നെ ഉള്ളതാണ്. ആണോ? ശരി ശരി. ഈ പെരുന്നാൾ രാവിൻ്റെ വേറൊരു കുറച്ച് സംഭവങ്ങളൊക്കെ നടക്കുന്നത് കൊച്ചിയിലെ പാലസ് റോഡിലാണ്. പാലസ് റോഡ് എന്ന് പറയുന്നത് മട്ടാഞ്ചേരി ആനവാദിയുടെ അവിടെ നിന്ന് തുടങ്ങി നമുക്ക് അമരാവതി എത്തുന്ന പാലസ് റോഡ് എന്ന് പറയുന്നത്. പാലസ് റോഡിലും പെരുന്നാൾ രാവിൻ്റെ തിരക്കും ബഹളങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നമ്മൾ പാലസ് റോഡിലൂടെ പോകുമ്പോൾ നമ്മുടെ ക്യാമറ പിടിച്ചു തരുന്നത് ബ്രയാനാണ്. ബ്രയാനെ സൂചിപ്പിക്കുന്നത് നടത്തുന്ന ഒരു കണ്ണൂർ കോക്ടെയിലിൻ്റെ ഒരു ചെറിയൊരു ഔട്ട്ലെറ്റ് കണ്ടപ്പോൾ നമ്മൾ കണ്ണൂർ കോക്ടെയിൽ കുടിക്കുകയാണ്. പെരുന്നാൾ കുടിക്കട്ടെ. ഒരു കാലത്ത് കൊച്ചിയിലെ പെരുന്നാൾ ആഘോഷങ്ങൾ ഏറ്റവും കൂടുതൽ നടന്നിരുന്നത് പാലസ് റോഡിലായിരുന്നു. മട്ടാഞ്ചേരി ആനവാതിൽ ജംഗ്ഷനിൽ നിന്ന് തുടങ്ങുന്ന പാലസ് റോഡിലായിരുന്നു. ഇപ്പോൾ അമ്മായിമുക്കിലാണ് ഏറ്റവും കൂടുതൽ പെരുന്നാൾ രാവിൻ്റെ ആഘോഷങ്ങൾ നടക്കുന്നത്. അതുപോലെ തന്നെ കുന്നുംപുറത്തുനിന്ന് പുതിയ റോഡ് വരെയുള്ള സ്ഥലത്തും പെരുന്നാളിലെ എല്ലാ ആഘോഷങ്ങളും നടക്കാറുണ്ട്. അപ്പോൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കും ഈദ് മുബാറക്.